കോഴിക്കോട് കട്ടിപ്പാറയിലെ അധ്യാപിക അലീന ആത്മഹത്യ ചെയ്തത് ശമ്പളം കിട്ടാത്തതുകൊണ്ടാണെന്ന് കുടുംബം. ആത്മഹത്യയിൽ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് വാദം കുടുംബം തള്ളി. സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. 5 വർഷമായി 100 രൂപ പോലും ശമ്പളമായി നൽകിയില്ല. മാനേജ്മെന്റ് ശരിയായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ സർക്കാരിന് സ്ഥിര നിയമനം നൽകാനാകൂ എന്ന് അലീനയുടെ പിതാവ് മീഡിയ വണ്ണോട് പറഞ്ഞു. ശുദ്ധമായ നുണ പറയരുത്. ഇത്രയും സംഭവം നടന്നിട്ട് കോർപ്പറേറ്റ് മാനേജർ പല ആവശ്യങ്ങളും വിളിക്കാറുണ്ട്. ഒരു ഫോൺ പോലും എന്നെ വിളിച്ചില്ല. ഞാൻ എന്ത് ഉപദ്രവമാണ് ചെയ്തത്? ഒന്ന് വിളിക്കാനുള്ള മാനസികാവസ്ഥയില്ലാത്തത് ഇദ്ദേഹം എന്തിനാ കോർപ്പറേറ്റ് മാനേജറായിട്ട് തുടരുന്നത്? എന്താർത്ഥം? ഇതുപോലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. ഇത്രയും കാലം 100 രൂപ പോലും ശമ്പളമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. സർക്കാരിന് കൊടുക്കുന്ന രേഖകളൊക്കെ കൃത്യസമയത്ത് കൊടുത്തങ്ങനല്ലേ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുള്ളൂ. നിലവിൽ ഇതിൽ മുമ്പിലാണ് ഫയൽ ഇരിക്കുന്നത് എന്നാണ് അവിടുത്തെ സ്കൂളിലെ അച്ഛൻ എന്നോട് പറഞ്ഞത്. എത്ര കാലമായി ഇപ്പോൾ ജോലിക്ക് കയറിയിട്ട് കട്ടിപ്പാറ 4 വർഷത്തോളം ജോലി ചെയ്തു. ഇത് 5ാമത്തെ വർഷമാണ്. 5 വർഷമായി. ഇതുവരെ ശമ്പളം ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ഡെയിലി വേജായിട്ട് പോലും ദിവസക്കൂലി അടിസ്ഥാനത്തിൽ അതുപോലും കിട്ടിയിട്ടില്ല. സ്ഥിര നിയമനമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്ഥിര നിയമനാണെന്ന് പറഞ്ഞിട്ടാണ് തന്നത്. എനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാം. എയ്ഡഡ് മേഖലയിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും വർഷങ്ങളായിട്ട് ശമ്പളം കിട്ടുന്നില്ല. അത് ഭിന്നശേഷിയുടെ പേര് പറഞ്ഞിട്ട് ശമ്പളം തരാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. പലരും ആത്മഹത്യക്ക് ശ്രമിക്കുന്നൊരവസ്ഥയിലുള്ളത്. പലരും ശ്രമിച്ചിട്ടുണ്ട്, ഓൾറെഡി ശ്രമിച്ചിട്ടുണ്ട്. അറ്റാക്കും സ്ട്രോക്കും വന്ന് കിടപ്പിലായി പോയ ടീച്ചേഴ്സുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന അധ്യാപകരുണ്ട്. ഇപ്പോൾ പലരും കൂലിവേലയ്ക്ക് പോയിട്ട് ഉപജീവനം നടത്തുന്ന സ്ഥിതിയാണ് ഈ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. സലാം മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി. സലാം, എന്താണ് ഈ കേസിന്റെ പിന്നിൽ സംഭവിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്, അല്ലെങ്കിൽ സഹപ്രവർത്തകർ പറയുന്നത്? നിഷാദ്, ഈ അലീന ബെന്നിയുടെ ആത്മഹത്യ ഉണ്ടായതിന് പ്രധാനമായ കാരണം പറയുന്നത് ഈ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളൊന്നും തന്നെ 5 കൊല്ലമായി ഇവർ അധ്യാപികയായി ജോലി ചെയ്യുന്നു. ഇതുവരെ ശമ്പളമോ മറ്റു ആനുകൂല്യങ്ങളോ ലഭിച്ചിരുന്നില്ല. കൂടാതെ സ്ഥിര നിയമനത്തിനായിട്ടാണ് ഇവർ പണം നൽകി തന്നെയാണ് ജോലിയിൽ പ്രവേശിച്ചത്. എന്നാൽ ഇതുവരെ സ്ഥിര നിയമനത്തിന് വേണ്ട നടപടികളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല. 5 കൊല്ലം ഇവർ ജോലി ചെയ്ത്, ഇതിൽ 4 കൊല്ലത്തോളം ഇവർ ജോലി ചെയ്തത് ഈ കട്ടിപ്പാറയിലെ തന്നെ ഒരു സ്കൂളിലാണ്. മറ്റ് 1 വർഷമാണ് ഇപ്പോൾ നിലവിൽ കോടഞ്ചേരി LP സ്കൂളിലേക്ക് ഇവർ മാറിയിട്ട്. ഈ 4 കൊല്ലത്തെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൽ ആ തസ്തിക പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്നത്. നിലവിൽ ഒരു അധ്യാപിക ലീവിൽ ആയിരുന്നു, ദീർഘകാല ലീവിലായിരുന്നു. ആ ഒരു ഒഴിവിലേക്കാണ് ഇവരെ നിയമിക്കുന്നത്. സ്ഥിര നിയമനം ഉണ്ടാകുമെന്നായിരുന്നു ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു സ്ഥിര നിയമനം ലഭിക്കുന്നതിന് അധ്യാപിക റിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു റിസൈൻ ചെയ്യുമെന്നോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ അധ്യാപിക മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. നിലവിൽ ചുരുക്കി പറഞ്ഞാൽ ഈ തസ്തിക പോലും ഇല്ലാത്ത ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇല്ലാത്ത തസ്തികയിലേക്കാണ് ഇവരെ നിയമിക്കുന്നത്. അങ്ങനെ പിന്നീട് സ്ഥിര നിയമനം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആ തസ്തികയിൽ സ്ഥിര നിയമനം ഉണ്ടാകില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കോടഞ്ചേരിയിലേക്ക് മാറ്റുന്നത്. അവിടെ ഒരു ഒഴിവുണ്ട്, അവിടെ നിന്നും സ്ഥിര നിയമനം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അതിനും കാലതാമസം എടുക്കുന്നതാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ആത്മഹത്യയിലേക്ക് കുട്ടിയെ എത്തിച്ചതെന്ന് അല്ലെങ്കിൽ അധ്യാപികയെ എത്തിച്ചതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകും. നിലവിൽ ആ തസ്തികയിലേക്ക് സ്ഥിര നിയമനത്തിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മാനേജ്മെന്റ് അതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുന്നതിലും മറ്റും തന്നെ കാലതാമസം വരുത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ